Hello, welcome back to our YouTube channel. Me Nandana and this is VN Vlogs YouTube channel. Okay. ഇന്ന് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താ പറയുക, ഇന്ന് അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ്, ഇന്നലെ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൽ പറഞ്ഞൊരു സംഭവം. അപ്പോൾ എനിക്ക് ക്ലിക്കായി, എന്തുകൊണ്ട് ഞാനിത് എല്ലാവരോടും പറഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ വിചാരിച്ചതാണ്. സോ ന്യൂസ് കണ്ടപ്പോൾ ടോപ്പ് 5 മലയാളം മൂവീസ് ഇൻ 2023 കാണിച്ചത്. ബട്ട് എനിക്ക് അതിൽ ഒരു മൂവി ഏതാണെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. 4 മൂവീസ് മാത്രമേ എനിക്ക് ഓർമ്മയിൽ വരുന്നുള്ളൂ. സോ ആ 4 മൂവീസ് ഞാൻ പറയാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മൂവി ഇതിലേതാണെന്നും നിങ്ങൾ എല്ലാ മൂവീസും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഞാൻ എന്തായാലും പെട്ടെന്ന് നമുക്ക് വീഡിയോ തീർക്കണ്ടേ. അപ്പം ടോപ്പ് 4 മൂവീസാണ് 2023. ഈ വർഷം കഴിഞ്ഞല്ലോ, ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. സോ ഇതിപ്പോൾ ഡിസംബർ തന്നെ കഴിയാറായി, ഇനിയിപ്പോൾ 9 to 8 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റായിട്ടുള്ള, അല്ലെങ്കിൽ മലയാളികളെല്ലാവരും നല്ല ഓൾമോസ്റ്റ് എല്ലായിടത്തും സൂപ്പർ ഹിറ്റായിട്ടുള്ള മലയാളം മൂവീസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മൂവി ഇത് ഞാൻ 1-2 അങ്ങനെ എന്താ പറയുക കിട്ടിയ എന്താ പറയുക ക്യാഷിൻ്റെ രീതിയിലോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ടോപ്പ് 4 മൂവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ 4 മൂവീസും ടോപ്പാണ് അല്ലേ. അതിൽ 1, 2, 3 അങ്ങനെ ഞാൻ പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഞാനതൊരു ജസ്റ്റ് ഒരു ഇതിൽ പറയാം, ഓർഡറൊന്നുമില്ല കേട്ടോ, അതൊരു ഓർഡറിലല്ല ഞാൻ പറയുന്നത്. ബട്ട് ഈ 4 മൂവീസാണ്, 5 മൂവീസാണ് കേട്ടോ സത്യത്തിൽ. ബട്ട് ആ 5ാമത്തെ മൂവി ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ന്യൂസിലൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞതിൽ ഇല്ലാത്തൊരു മൂവി, ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന മൂവി, ഇപ്പോൾ ഞാൻ ടി വിയിലാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്ന മൂവിയുടെ പേര് RDX ആണ്. ഡെഫിനറ്റ്ലി RDX ഒരു സൂപ്പർ മൂവി അല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ ഒക്കെ സൂപ്പറായിരുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ മൂവിയിൽ എന്താ പറയുക, നമ്മുടെ ഷൈൻ ചേട്ടൻ, പെപ്പി, പിന്നെ നീരജ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അത്ര സൂപ്പർ മൂവി അല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത് 2080 ആണ്. 2008 എന്ന 2018 നമ്മുടെ ആ ഒരു ഡിസാസ്റ്റർ റിലേറ്റഡ് മൂവി. നമ്മുടെ ടൊവിനോ പിന്നെ കുഞ്ചാക്കോ ബോബനൊക്കെ അവരൊക്കെ സൂപ്പറായിട്ട് അഭിനയിച്ചത്. ആൻഡ് നമുക്ക് അവാർഡ് സജഷനൊക്കെ അവാർഡ് കിട്ടിയോന്ന് എനിക്കറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് സജഷൻ്റെ കാര്യം പറഞ്ഞത്. ഞങ്ങൾക്ക് സജഷൻ ടൈമിൽ ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അതാണ് നെക്സ്റ്റ് മൂവി എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഇതിൽ ഏതാണ് ഫസ്റ്റ് മൂവി, ഏറ്റവും കളക്ഷൻ നേടിയ ആ ഒരു സംഭവമൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ടോപ്പ് 4 മൂവീസ് ഇങ്ങനെ പറയാനേ ഉള്ളൂ. പിന്നെ എഴുതി വെച്ച ഓർഡർ ഇതായതുകൊണ്ട് ഇങ്ങനെ ഓർഡറിൽ പറയുന്നു. ഇത് അല്ലാതെ ഫസ്റ്റ് നല്ല ടോപ്പായിട്ട് ഇപ്പോൾ എന്താ പറയുക, അതിനെന്താ പറയുക, സംഭവം കളക്ഷൻ നേടിയ അങ്ങനത്തെ അതൊന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ. ഓക്കെ. സോ സെക്കൻഡ് മൂവി ഞാൻ പറയുന്നതാണ് 2018 എന്ന മൂവിയാണ് ടോപ്പ് 4 എൻ്റെ ടോപ്പ് 4 ലിസ്റ്റിലുള്ളത്. ആൻഡ് തേർഡ് മൂവി നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ സൂപ്പർ മൂവി ആയിട്ടുള്ള കണ്ണൂർ സ്ക്വാഡാണ്. ഓക്കെ, കണ്ണൂർ സ്ക്വാഡാണ്. എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെ അല്ലായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കുറേ സജഷനൊക്കെ വന്നായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. കാണും ഡെഫിനറ്റ്ലി, ഇനിയിപ്പോൾ കാണാമല്ലോ, ഇനിയിപ്പോൾ ചാനലിലൊക്കെ വരുമ്പോൾ മിക്കവാറും കാണാൻ അറിയില്ല കേട്ടോ. നോക്കാം, ഞാൻ OTT എടുക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ കണ്ടിട്ട് ഞാനത് പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ മൂന്നാമത് പറയുന്ന മൂവി ഇതാണ്. ദെൻ ഫോർത്ത് മൂവി രോമാഞ്ചമാണ്. നമ്മുടെ സാബിൻ ചേട്ടൻ്റെയൊക്കെ രോമാഞ്ചൻ മൂവിയാണ് 4ാമത്തെ മൂവി. അപ്പോൾ ആൻഡ് അതും സൂപ്പർ അല്ലായിരുന്നു. ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റത്തെ ഒരു ആക്ഷൻ ത്രില്ലർ, സെക്കൻഡ് ഒരു ഡിസാസ്റ്റർ, ഒരു തേർഡ് ആണെങ്കിൽ ഒരു പോലീസൊക്കെ റിലേറ്റഡ് തന്നെ ഒരു ആക്ഷൻ, അങ്ങനത്തെ ഒരു സംഭവം ആണെന്ന് തോന്നുന്നു. ഞാൻ മൂവി കണ്ടിട്ടില്ലെന്നേ പറഞ്ഞല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ ലാസ്റ്റത്തെ ഒരു ഹൊറർ മൂവിയാണ്. ഒക്കെ ഡിഫറെൻ്റാണ്. ഓക്കെ, എല്ലാം ഒരേ ജോണറിലുള്ള മൂവീസല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മലയാളത്തിലെ ബെസ്റ്റ് 4 മൂവീസാണ് ഞാൻ പറയുന്നത്. 5 അതിലും എല്ലാ മൂവീസും സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. ബട്ട് ഇത് എന്തോ അവരെന്തോ കളക്ഷൻ്റെ രീതിയിലോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിലാണ് ഞാൻ ന്യൂസിൽ കണ്ടത്. ഇതാണ് ടോപ്പ് 5 മൂവീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. സോ അതുകൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ഇതിലേതാണെന്ന് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഇതല്ലാതെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ടോപ്പ് 5 മൂവീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 മൂവീസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മാക്സിമം ഞാൻ റിപ്ലൈ തരും. ഓക്കെ, നിങ്ങളുടെ ഫേവറേറ്റ് ആണെന്നോ ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് മെയിൻ മൂവീസ്. പിന്നെ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വെറുതെ നമ്മുടെ നോർമൽ ടൈമിൽ നിന്നൊക്കെ ഇന്ന് കുറച്ചും കൂടി പോയി, കാരണം 4 മൂവീസിനെ കുറിച്ച് പറയണ്ടേ, അതാണ് സംഭവം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.